നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഈ റബ്ബറിൻ്റെ ഇടയ്ക്ക് മിക്കവാറുമുള്ള കൃഷികൾ ചെയ്താൽ അത് വിജയകരമായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ഏത് കൃഷിയാണ് ഞാൻ ചെയ്തിരിക്കുന്നുള്ളത് വീഡിയോയിലൂടെ വിശദമായിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം, മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ എൻ്റെ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്കായിട്ട് ഞാനൊരു ചെറിമരം കൊണ്ടുവച്ചിരുന്നു. ഈ ചെറിക്ക നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. ഇതാണ് ചെറിക്ക. നമ്മുടെ ഈ ബേക്കറികളിലൊക്കെ കുപ്പി ഭരണിയിൽ ഇട്ട് വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ, അതാണ് ഈ ചെറിക്ക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇതിവിടെ നട്ടാൽ പിടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടതാണ്. പക്ഷേ ഇതിവിടെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്, നല്ല കാ പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടോ, നല്ലതുപോലെ കായ്ച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ഈ ചെറിപ്പഴം ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ട്. കണ്ടോ, റബ്ബർ കണ്ടില്ല, റബ്ബറിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത്. കണ്ടോ, നമുക്ക് ഇതേപോലെ ഈ റബ്ബറിൻ്റെ ഇടയ്ക്ക് പിടിക്കുന്ന കൃഷികളുണ്ട്. ഇതേപോലെ എല്ലാമൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ഇതേപോലെ ഓരോന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പം നമ്മൾ ഏതൊക്കെയാണ് വിജയം ആവുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മളത് ഈ റബ്ബറിൻ്റെ ഇടയ്ക്ക് പിടിക്കുന്ന കൃഷികൾ ഞാൻ ഇതിൻ്റെ അകത്ത് വ്യാപിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ റബ്ബറിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതേപോലെ കാപ്പി മരം നടാം. കണ്ടോ, എൻ്റെ കാപ്പിയെല്ലാം കായ്ച്ചിട്ടുണ്ട്. കണ്ടോ, നല്ലതായിട്ട് കായ്ച്ചിട്ടുണ്ട് കാപ്പി. അതേപോലെ നമുക്ക് ഇതുപോലെ കുരുമുളകും നമുക്ക് ഇതേപോലെ റബ്ബറിൻ്റെ ഇടയ്ക്ക് നടാം. ഇതുണ്ട്, നല്ലതായിട്ട് കായ്ച്ചിട്ടുണ്ട്. കണ്ടോ, അതിനടുത്ത് തന്നെയാണ് ഈ റബ്ബർ നിൽക്കുന്നത്. കണ്ടോ, ഇതിനടുത്ത് തന്നെയാണ് ഈ റബ്ബർ മരം നിൽക്കുന്നത്. കണ്ടോ, ഈ റബ്ബറിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് തന്നെ നമ്മുടെ ഈ കൊടി കുരുമുളക് കൊടി നല്ലതായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഈ വർഷം നമുക്ക് കുരുമുളകിന് നല്ല വിലയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ റബ്ബറിൻ്റെ ആദായവും ഇതിൻ്റെ ആദായമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കൃഷി മുന്നോട്ട് പോകും. അപ്പം നമ്മുടെ ഈ റബ്ബർ മരത്തിനിടയ്ക്ക് എന്ത് കൃഷി ചെയ്താലും പിടിക്കും. അപ്പം നമ്മുടെ ഈ റബ്ബർ മരത്തിന് എല്ലാ കൃഷികളിലും വിജയിക്കത്തില്ലെങ്കിലും ഇതേപോലെയുള്ള കൃഷികളൊക്കെ വിജയിക്കും. അപ്പം നമ്മുടെ ഈ റബ്ബർ മരം നട്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റ് കൃഷികൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാതെ ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ കൃഷി വിജയിക്കത്തില്ല. അപ്പം നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതേപോലെ ചെയ്തു നോക്കണം. ഞാനിതുപോലെ എൻ്റെ റബ്ബറിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ഈ ചെറിമരമുണ്ട്, കുരുമുളകുണ്ട്, വാഴയുണ്ട്. വാഴയൊക്കെ നിങ്ങളെ കാണിച്ചതാണ്. കുരുമുളക് കാണിച്ചിട്ടുണ്ട്, കാപ്പിയുണ്ട്, അപ്പം അതുപോലെ കൈതയുണ്ട്. അപ്പോൾ ഇതേപോലെ ഓരോ കൃഷി ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാ കൃഷിയൊന്നും വിജയിക്കത്തില്ല. അപ്പം നമ്മൾ ആ വിജയിക്കുന്ന കൃഷി മാത്രം അതിൻ്റെ അകത്ത് നമ്മൾ നിർത്തും. അതുപോലെ തന്നെ ചേമ്പ് പിടിക്കും. അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം, മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.